സമാധാനത്തിന്റെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് അധിനിവേശത്തിന്റെ കരാളഹസ്തങ്ങൾ പശ്ചിമേഷ്യയെ വലിഞ്ഞു മുറുക്കാൻ നോക്കുമ്പോൾ ലോകം ഇന്ന് തിരിച്ചറിയുന്നു. വെള്ളക്കടലാസിൽ എഴുതിയ സമാധാന ഉടമ്പടികളല്ല, മറിച്ച് ഒരു ജനതയുടെ ആത്മാഭിമാനത്തെ കുരുതി കൊടുക്കാനുള്ള ഗൂഢതന്ത്രങ്ങളാണ് വാഷിംഗ്ടണിൽ നിന്നും പുറത്തുവരുന്നത് എന്ന് ഡൊണാൾഡ് ട്രംപ് ജീവൻ രക്ഷാമാർഗം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ യഥാർത്ഥത്തിൽ ഇറാന്റെ ഹൃദയമിടിപ്പ് നിർത്താനുള്ള ചതിക്കുഴികളാണ്. ആണവ സ്വയം പര്യാപ്തത എന്ന ഇറാന്റെ അവകാശത്തെ തകർക്കാനും ആ രാജ്യത്തിന്റെ വിഭവങ്ങൾക്കും മണ്ണ് ലക്ഷ്യമിട്ടും പാശ്ചാത്യ ശക്തികൾ നടത്തുന്ന ഈ നീക്കത്തെ വെറുമൊരു നയതന്ത്രമല്ല, മറിച്ച് ഒരു രാജ്യത്തെ ഭൂപടത്തിൽ നിന്നും ഇല്ലാതാക്കാനുള്ള ആസൂത്രിത യുദ്ധമായാണ് കരുതേണ്ടത്. എന്നാൽ സഹസ്രാബ്ദങ്ങളുടെ പേർഷ്യൻ കരുത്ത് സിരകളിലോടുന്ന ഒരു ജനത അമേരിക്കയുടെ ഈ അമിതാധികാര മോഹങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് അതിജീവനത്തിന്റെ പോരാട്ടമാണ്. ഇത് അഹങ്കാരവും ആത്മാഭിമാനവും തമ്മിൽ നേർക്കുനേരുള്ള യുദ്ധമാണ്. ഡൊണാൾഡ് ട്രംപ് ജീവൻ രക്ഷാമാർഗം എന്ന് വിശേഷിപ്പിക്കുന്ന ആ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ വെറുമൊരു സമാധാന ശ്രമമല്ല, മറിച്ച് ദീർഘകാലമായി ആസൂത്രണം ചെയ്ത വലിയ ഗൂഢാലോചനയുടെ അവസാന ഘട്ടമാണ് എന്ന് തിരിച്ചറിയാൻ വലിയ രാഷ്ട്രീയ വിവേകമൊന്നും ആവശ്യമില്ല. ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേൽ കൈവയ്ക്കാനും ആ രാജ്യത്തെ ശാസ്ത്രീയവും സാങ്കേതികവുമായ മുന്നേറ്റങ്ങളെ തടയാനും നടത്തുന്ന ഈ നീക്കങ്ങൾ ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. സമാധാനം എന്നത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും വേണ്ടിയുള്ള വെറും വാക്കായി മാറുമ്പോൾ ഇവിടെ ഇരയാക്കപ്പെടുന്നത് ഒരു ജനതയുടെ അതിജീവനമാണ്. ഇറാൻ എന്ന രാജ്യം ലോക ചരിത്രത്തിൽ വെറുമൊരു പേരല്ല, അത് സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള പേർഷ്യൻ നാഗരികതയുടെ തുടർച്ചയാണ്. ഒന്നിനു മുന്നിലും തലകുനിക്കാത്ത ഈ ആത്മാഭിമാനമാണ് ഇന്ന് വൈറ്റ് ഹൗസിനെ വിറപ്പിക്കുന്നത്. ഇറാന്റെ വിഭവങ്ങൾക്ക് മേൽ കണ്ണുവയ്ക്കുന്ന പാശ്ചാത്യ ശക്തികൾ ആ രാജ്യത്തെ സാമ്പത്തികമായി തകർക്കാൻ ഉപരോധങ്ങൾ ആയുധമാക്കുന്നു. ഒരു വശത്ത് സൈനിക ഭീഷണികൾ മുഴങ്ങുമ്പോൾ മറുവശത്ത് സമാധാന ചർച്ചകളുടെ മുഖം മൂടി അണിയുന്നു. ഇത് തികഞ്ഞ കാപഢ്യമാണ്. ആണവ സ്വയം പര്യാപ്തത എന്നത് ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയുമായും ശാസ്ത്ര പുരോഗതിയുമായും ബന്ധപ്പെട്ട കാര്യമാണ്. എന്നാൽ തങ്ങൾക്ക് മാത്രം കൈവശം വയ്ക്കാവുന്ന ഒന്നാണ് ആണവ ശക്തി എന്ന് വിശ്വസിക്കുന്ന അമേരിക്ക ഇറാൻ ആ മേഖലയിൽ നേടുന്ന ഓരോ നേട്ടത്തെയും ഭീഷണിയായി ചിത്രീകരിക്കുന്നു. എന്നാൽ അമേരിക്കയുടെ കാര്യത്തിൽ ഇതൊക്കെ പുരോഗതിയുടെ കാര്യമായി മാറുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അതെന്താണ് അർത്ഥമാക്കുന്നത്? ഇത് ഇറാനെ മുട്ടുകുത്തിക്കാനുള്ള ഒരു കെണി തന്നെയാണ്. ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുക, അവരെ നിരായുധരാക്കുക, അതിലൂടെ ആ മേഖലയിൽ അമേരിക്കൻ താല്പര്യങ്ങൾക്കും ഇസ്രായേലിന്റെ അധിനിവേശ നയങ്ങൾക്കും തടസ്സമില്ലാത്ത പാതയൊരുക്കുക എന്നതാണ് ഇതിന്റെ ആത്യന്തിക ലക്ഷ്യം. ഉപരോധങ്ങൾ കൊണ്ട് ജനങ്ങളെ ശ്വാസം മുട്ടിക്കുമ്പോഴും ഇറാൻ കാണിക്കുന്ന ആത്മവിശ്വാസം ലോകത്തെ അത്ഭുതപ്പെടുത്തുകയാണ്. മരുന്നുകൾക്കും അവശ്യ വസ്തുക്കൾക്കും പോലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു ജനതയെ പട്ടിണിക്കിട്ട് കീഴ്പ്പെടുത്താൻ പ്രേരിപ്പിക്കുന്നത് നയതന്ത്രമൊന്നുമല്ല, മറിച്ച് കൊടും ക്രൂരതയാണ്. ഈ ക്രൂരതയ്ക്ക് സമാധാനം എന്ന് പേരിടുന്നത് ചരിത്രത്തിനോടുള്ള വെല്ലുവിളി തന്നെയാണ്. അമേരിക്കയുടെ ഈ അമിതമായ ആവശ്യങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങാൻ ഇറാൻ ഒരിക്കലും തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത് വെറുമൊരു ശാഠ്യമൊന്നുമല്ല, മറിച്ച് വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി തങ്ങളുടെ മണ്ണ് സംരക്ഷിക്കാനുള്ള കനത്ത പോരാട്ടമാണ്. പടിഞ്ഞാറൻ സാമ്രാജ്യത്വ ശക്തികൾക്ക് മുന്നിൽ മുട്ടുമടക്കിയ പല രാജ്യങ്ങളുടെയും ഇന്നത്തെ അവസ്ഥ ഇറാൻ കാണുന്നുണ്ട്. ലിബിയയിലും ഇറാഖിലും സമാധാനത്തിന്റെ പേരിൽ നടത്തിയ ഇടപെടലുകൾ ആ രാജ്യങ്ങളെ എവിടെ എത്തിച്ചു എന്നത് ലോകത്തിന് മുന്നിൽ തന്നെയുള്ള പാഠമാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രതിരോധ കോട്ടകൾ തകർക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന ഇറാന്റെ നിലപാട് ഓരോ സ്വതന്ത്ര രാജ്യത്തിനും മാതൃകയാണ്. ഇത് വെറുമൊരു യുദ്ധമല്ല, മറിച്ച് ആശയപരമായ പോരാട്ടമാണ്. ഒരു വശത്ത് ലോകത്തെ മുഴുവൻ തങ്ങളുടെ നിയന്ത്രണത്തിൽ നിർത്താൻ ആഗ്രഹിക്കുന്ന സാമ്രാജ്യത്വ ശക്തികളും മറുവശത്ത് സ്വന്തം സത്വവും അഭിമാനവും മുറുകെ പിടിക്കുന്ന ഒരു ജനതയും. ഇറാന്റെ എണ്ണ സമ്പത്തും പ്രകൃതി വിഭവങ്ങളും തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊള്ളയടിക്കാൻ സാധിക്കാത്തതാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ യഥാർത്ഥ വിഷമം. ഇതിനെ മറികടക്കാൻ അവർ ഇറാന്റെ ആണവ പദ്ധതികളെ ആഗോള ഭീഷണിയായി ചിത്രീകരിക്കുന്നു. എന്നാൽ യഥാർത്ഥ ഭീഷണി ലോകം മുഴുവൻ സൈനിക താവളങ്ങൾ നിർമ്മിച്ചിട്ടുള്ള ചെറിയ രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കുന്ന വൻ ശക്തി തന്നെയാണ്. പേർഷ്യൻ പുരാതന കവിതകളിലും സാഹിത്യത്തിലും പറയുന്നത് പോലെ കാറ്റിലുലയാത്ത പർവ്വതമായി ഇറാൻ നിലകൊള്ളുന്നു. ഓരോ ഉപരോധവും അവരെ കൂടുതൽ കരുത്തരാക്കുന്നു, സ്വയം പര്യാപ്തതയിലേക്ക് അവരെ നയിക്കുന്നു. പാശ്ചാത്യ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കാതെ തന്നെ ലോക നിലവാരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഇറാൻ വികസിപ്പിച്ചത് അമേരിക്കയെ തെല്ലൊന്നുമല്ല ചൊടിപ്പിച്ചിട്ടുള്ളത്. ഈ കരുത്താണ് ചർച്ചാ മേശകളിൽ അമേരിക്കയെ അസ്വസ്ഥരാക്കുന്നത്. തങ്ങൾ പറയുന്ന നിബന്ധനകൾ അതേപടി അംഗീകരിക്കുന്ന ഒരു രാജ്യത്തെ അല്ല, മറിച്ച് കണ്ണിൽ നോക്കി സംസാരിക്കുന്ന ഒരു ഭരണകൂടത്തെയാണ് അമേരിക്ക ഇവിടെ നേരിടുന്നത്. ട്രംപിന്റെ നയങ്ങൾ പലപ്പോഴും ലോകത്തെ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിൽ എത്തിച്ചിട്ടുണ്ട്. സമാധാനത്തിന്റെ ഭാഷയല്ല, മറിച്ച്
ഭീഷണിയുടെ ഭാഷയാണ് ട്രംപ് ഉപയോഗിക്കുന്നത്. ഇറാനിലെ ജനങ്ങളെ ഭരണകൂടത്തിനെതിരെ തിരിക്കാൻ നടത്തുന്ന ഗൂഢമായ നീക്കങ്ങൾ ഓരോന്നോരോന്നായി പരാജയപ്പെടുകയാണ്. കാരണം ഇത് ഭരണകൂടത്തിന്റെ മാത്രം പോരാട്ടമല്ല, ഇതൊരു ജനതയുടെ അതിജീവനമാണ്. പട്ടിണി കിടന്നാലും തങ്ങൾ ആർക്കും അടിമയാവില്ല എന്ന ഉറച്ച പ്രഖ്യാപനമാണ് ടെഹ്റാനിലെ തെരുവുകളിൽ നിന്നും മുഴങ്ങുന്നത്. ലോകത്തിലെ നീതിബോധമുള്ള മനുഷ്യൻ ഇന്ന് ഇറാനെ പിന്തുണയ്ക്കുന്നത് അവർക്ക് പേർഷ്യൻ സംസ്കാരത്തോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമല്ല, മറിച്ച് വൻ ശക്തികളുടെ അഹങ്കാരത്തിന് മുന്നിൽ ഒരു രാജ്യം കാണിക്കുന്ന നിശ്ചയദാർഢ്യം കണ്ടിട്ടാണ്. ഉപരോധങ്ങളുടെ ചങ്ങലക്കെട്ടുകൾ കൊണ്ട് ഒരു ജനതയുടെ സ്വപ്നങ്ങളെ തളച്ചിടാൻ കഴിയില്ല. ഇറാൻ മുന്നോട്ട് പോകുന്നത് ചരിത്രത്തിന്റെ വെളിച്ചത്തിലാണ്. സമാധാനം എന്നത് കീഴടങ്ങലല്ല എന്നും അത് തുല്യനീതിയിൽ അധിഷ്ഠിതമായ സഹവർത്തിത്വമാണ് എന്നും ലോകത്തെ പഠിപ്പിക്കാൻ ഇറാന്റെ ഈ നിലപാടുകൊണ്ട് സാധിക്കുന്നു. ഒടുവിൽ ചരിത്രം രേഖപ്പെടുത്തുക ആയുധബലം കൊണ്ട് ലോകത്തെ കീഴടക്കാൻ ശ്രമിച്ചവരെയല്ല, മറിച്ച് ആത്മാഭിമാനം കൊണ്ട് ആയുധങ്ങളെ നേരിട്ടവരെയായിരിക്കും. ഇറാന്റെ ഈ പോരാട്ടം വരാനിരിക്കുന്ന ഒരു പുതിയ ലോകക്രമത്തിന്റെ സൂചനയാണ്. അവിടെ ആധിപത്യങ്ങൾക്കല്ല, മറിച്ച് രാജ്യത്തിന്റെ ഈ പരമാധികാരത്തിനാണ് വിലയുണ്ടാവുക. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഗൂഢാലോചനകളെ അതിജീവിച്ച് ഇറാൻ തന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യും. കാരണം ഇത് വെറുമൊരു യുദ്ധമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇത് ആത്മാഭിമാനത്തിന്റെ അഗ്നി പരീക്ഷണമാണ്. അതിൽ പേർഷ്യൻ കരുത്ത് വിജയിക്കുക തന്നെ ചെയ്യും.